നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തലസ്ഥാനം യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. KPCC സംഘടിപ്പിച്ച DGP ഓഫീസ് മാർച്ച് വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലാതായി എന്നാണ് ഗവർണറുടെ ആക്ഷേപം. ഈ വിഷയങ്ങളാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാവർക്കും ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ സൂപ്പിയാണ്. വയനാട് നിന്നല്ലേ സൂപ്പി വിളിക്കുന്നത്? മുഹമ്മദ് റഫി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് റഫി, എങ്ങനെ വിലയിരുത്തണം ഈ സംഘർഷങ്ങളെ? മുഹമ്മദ് റഫി, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. എങ്ങനെ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തെ? നിയമവാഴ്ച ഇല്ലാതായി എന്ന ആക്ഷേപത്തിന് കഴമ്പുണ്ടോ? നിയമവാഴ്ച സ്വയം ഇല്ലാതായല്ലോ സാറേ. ഈ നവകേരള സദസ് എന്ന പരിപാടി കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്ന് തുടങ്ങി കാസർഗോഡ് സമാധാനപരമായിട്ട് വന്നു. കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരി എത്തിയപ്പോൾ ഇതിന്റെ ഇപ്പം ഇതിൽ കൂടുന്ന ജനങ്ങളെ പങ്കെടുക്കലും കണ്ടപ്പോ UDF പ്രത്യേകിച്ച് അവരതിന് മുന്നേ പറഞ്ഞത് ഞങ്ങള് പ്രതിഷേധത്തിനൊന്നുമില്ല, ഞങ്ങള് ജനവിചാരണ സദസ്സുമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതിനെ ജനങ്ങൾ സ്വീകരിക്കുന്നതും കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഓരോ പരിപാടിയിലും 10,000-25,000 ആളുകൾ പങ്കെടുക്കുന്നു. അപ്പൊ അത് കണ്ട കാരണത്ത് ഇതിന്റെ ശ്രദ്ധ വഴി തിരിച്ചുവിടാനാണ് ഫസ്റ്റ് കല്യാശ്ശേരിയിൽ വെച്ചിട്ട് പ്രതിഷേധം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും സൈഡിൽ നിന്ന് പ്രതിഷേധം നടത്തിയാൽ കുഴപ്പമില്ല. ഇത് വണ്ടിക്ക് മുന്നിൽ ചാടി അവർ പിടിച്ചു മാറ്റുന്നു, മറ്റാളുകൾ വന്ന് ആക്രമിക്കുന്നു. ആര് DYPയുടെ ആൾക്കാർ വന്ന് ആക്രമിക്കുന്നു, അക്രമം നടക്കുന്നു. അക്രമത്തിന് നമ്മൾ ഒരിക്കലും അനുകൂലമല്ല. അപ്പോ കോൺഗ്രസിനെ UDFനെയും ഒരു കരുതി കൂട്ടിയുള്ള കളി, അതായത് ഇതിന്റെ ഫോക്കസ് തിരിച്ചുവിടുക. സ്വാഭാവികമായിട്ടും അതിന്റെ അയപ്പ് മാറ്റിയിട്ട് ഇതിന്റെ ശ്രദ്ധിച്ചുവിടുക. അതിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കൊല്ലം, അതായത് വടക്കേ മലബാർ കഴിഞ്ഞതിന് ശേഷം മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ല സ്ഥലങ്ങളിലൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കൊടി ചാടി പുറത്തുനിന്ന് ചാടി ഡാൻസ് കളിച്ചു എന്നുള്ളല്ലാതെ വലിയ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് കൊല്ലം ജില്ലയിലേക്ക് കയറിയപ്പം VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ അടിക്കും, അക്രമത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള വെല്ലുവിളി. ഇന്നലെ മെനിയാന്ന് പോലും ഇന്ന് രാവിലെ പോലും പുള്ളി എന്താ പറഞ്ഞു, ഞങ്ങൾ എണ്ണി അടിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പ്രതിഷേധം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ് അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് ഒരാൾ പ്രതിഷേധിക്കുന്നു എന്നതുകൊണ്ട് നിയമവാഴ്ച ഇല്ലാതായി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. സ്വാഭാവികമായി ഉണ്ടാവും. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് നിയമവാഴ്ച ഇല്ലാതായി എന്ന ഒരു രീതി. നിയമവാഴ്ച മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ നിയമവാഴ്ച ഇല്ല എന്ന് ഒരിക്കലും പറഞ്ഞില്ല. കാരണം കരുതിക്കൂട്ടി നിയമവാഴ്ച ക്രമസമാധാന സർക്കാരിന്റെ ഭാഗന്ന കൂട്ടത്തില് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പൊ ബഹുമാനപ്പെട്ട ഗവർണർ പ്രോട്ടോകോളിൽ ഇതാക്കേണ്ട ആളെ പ്രത്യേകം പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ ഇറങ്ങി നടക്കുകയും അത് ഒരു തരത്തിലും പ്രശ്നങ്ങളില്ലാതെ കഴിച്ചിലാവുകയും ചെയ്തു. ഓക്കെ, നമുക്ക് അങ്ങനെ വല്ല സംഭവിച്ചാൽ നമ്മൾക്ക് ഒരുപാട് എന്താ പറയാ അതിനെ ഖേദിക്കേണ്ടി വരുമായിരുന്നു. എന്തോ ഇതിലത് നമ്മുടെ സംസ്ഥാനം ഒരു സമാധാനപരമായ ഒരു സംസ്ഥാനമല്ലേ? ഗവർണർ ഒരു കാലത്തും പരസ്യമായി വെല്ലുവിളിച്ച് ഞങ്ങൾ എണ്ണി അടിക്കും എന്നുള്ള ഒരു പ്രതിപക്ഷം മോശമല്ല. എണ്ണി അടിച്ചാൽ ഞങ്ങളുടെ കൂടെ ആളുണ്ടെന്ന് ഇപ്പുറത്തുനിന്ന് MP ജയരാജനും അല്ല EP ജയരാജനും പറഞ്ഞു. അപ്പൊ രണ്ടുപേരും ഒരേ സ്വരത്തിൽ തന്നെ. അല്ല, ഇവര് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ തരത്തിൽ മറിച്ച് അവര് ഞങ്ങൾ അറിയിക്കോളി പറഞ്ഞാൽ ഈ കോൺഗ്രസ് വരുത്താനുണ്ടാവില്ല. ഇന്നലെ ഒരു ചർച്ചയിൽ സണ്ണിക്കുട്ടി അബ്രഹാം സാറ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞു യൂത്തൂർന്ന് സാരോട്, നിങ്ങൾ ചുമ്മാ വെല്ലുവിളിച്ച് പോകുന്നു വേണ്ട, DYPക്കാർ അവരെ ഇറങ്ങി തല്ലാൻ നോക്കിയാൽ നിങ്ങൾ ഓടേണ്ടി വരും. അപ്പൊ ആരായാലും അക്രമ സംഭവം നടത്തുന്നതിനോട് നമുക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. KPCC പ്രസിഡന്റ് സുധാകരന് ഈ കോട്ടയം ജില്ലയിൽ കണ്ണൂർ ഒരു SFIയുടെ പ്രവർത്തകന് കോളേജിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് കൊല്ലപ്പെട്ട സമയത്ത് എന്താ പറഞ്ഞത്? എരന്ന് വാങ്ങിയ മരണം എന്നല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്
എം.ഇ. ഗോവിന്ദ മാഷ് പറയുന്നത് ഈ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസുണ്ട്, അതിൽ പ്രവർത്തകർ ഇടപെടണ്ട എന്ന്. പിന്നെ എന്താ ഈ പ്രവർത്തകർ എം.ഇ. ഗോവിന്ദ മാഷ് പറഞ്ഞ് കേൾക്കാത്തത്? എങ്ങനെ? അല്ല, മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസുണ്ട്, അതിൽ CPM-കാർ ഇനിയും ഇടപെടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് അക്രമം ഒന്നിനൊരു പരിഹാരമല്ല. ഇവർക്ക് സാമാന്യമായി പ്രതിഷേധിക്കാം, ചീമുട്ടേറിയ ഇവരെ ഈ കേരള സദസ്സിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് അശ്ലീല സദസ്സ് എന്നാ പറഞ്ഞത്. അശ്ലീല സമരം കാഴ്ചവെച്ചതാരാ? പാവാട ഊരി കാണിക്കുന്നു, ബ്രൈഷർ കാണിക്കുന്നു, അടിവസ്ത്രം കാണിക്കുന്നു. ഇതൊക്കെ എന്ത് സമരമാ സാറേ? എന്ത് സമരമാ? എന്ത് സമരമാ? നിങ്ങൾ ആരെങ്കിലും അതിനെപ്പറ്റി ചർച്ച ചെയ്തോ? അശ്ലീല സമരം എന്ന് നിങ്ങൾക്ക് ഈ CPM-കാർക്കുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ചാനലുകൾ ഇത് ചർച്ച ചെയ്യുന്നില്ല. ചാനലുകൾ ചർച്ച ചെയ്യുന്നില്ലേ? ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചാനൽ ഒരുപക്ഷെ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. ഈ ബ്രാ ഊരി കാണിച്ചത് നിങ്ങളുടെ അയ്പായി കാണിച്ചു, ബ്രാ ഊരി കാണിച്ചത്, പാവാട ഊരി കാണിച്ചു, ചഡ്ഡി ഊരി കാണിച്ചു. ഇത് എന്ത് സമര? അശ്ലീല സമരം എന്ന് പറഞ്ഞ അതാണ് അശ്ലീല സമരം. അല്ല, പ്രതിഷേധിച്ചു. ഈ നവകേരള സദസ്സിന് അശ്ലീല സദസ് എന്ന് പറഞ്ഞ ആളുകളെ പാർട്ടിയാണ് അശ്ലീല സമരം കാഴ്ചവെച്ചത് എന്ന് പറയാണ്ട് ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തോ? സമരമൊക്കെ ഞങ്ങൾ ലൈവായി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആകെ ചെറിയൊരു കാര്യത്തിൽ മാത്രമേ നിങ്ങളുമായിട്ട് ഒരു അത്ഭുതമുള്ളൂ. അത് ഈ ഷൂ എറിയുമ്പോഴേക്കും നിങ്ങൾ ഈ കൊലപാതകത്തിന് ഞങ്ങളെ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാന് ഈ കണ്ണൂർ ഉള്ള സമയത്താണ് ആ ഫർസീൻ മജീദ് എന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് 10-25 വയസ്സേ ഉള്ളൂ. ഞാനും കൂടി പറയട്ടെ, ഇദ്ദേഹം വിമാനത്തിനകത്ത് കയറി പ്രതിഷേധിക്കാൻ പാടില്ല. പക്ഷേ ഈ പയ്യൻ അത് അറിയില്ല എന്ന്, അഥവാ നേരത്തെ തന്നെ കയറുമ്പോൾ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത് മനസ്സിലാക്കിയിരുന്നു, ഫർസീൻ നിങ്ങളിത് ചെയ്യരുതെന്ന്. പക്ഷേ ഇയാൾ അതിനകത്ത് ചെന്ന് പ്രതിഷേധം ഉടനെ എന്നെ കൊല്ലാൻ വന്നു എന്ന തരത്തിലാണ് ഫർസീൻ മജീദിനെതിരെ കേസെടുത്തത്. അപ്പം ഞാൻ പറയുന്നത്, ഒരു ചെറിയ പ്രതിഷേധത്തെ ഇത്രയും വലുതാക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങളും കൂടി കുറേയൊക്കെ അതിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഷൂ എറിഞ്ഞത് ഒരാളെ ഷൂ എറിഞ്ഞ് കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുമ്പോൾ കോടതി തന്നെ ചോദിക്കുകയാണ്, ഷൂ എറിഞ്ഞാൽ അത് വധശ്രമമാകുമോ എന്ന്. ഫർസീൻ മജീദ് 2 തവണ പ്രതിഷേധം എന്ന് പറയുന്നതിനെ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും പറഞ്ഞ് ആ പാവപ്പെട്ടവൻ പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്, മട്ടന്നൂർ UP സ്കൂൾ, അവിടെ ചെന്ന് ആ അധ്യാപകരെയൊക്കെ പറയാണ് ഇത് വലിയ കൊടും കുറ്റവാളിക്ക് എങ്ങനെ ഈ സ്ഥാപനത്തിൽ തുടരാൻ കഴിയും, പെട്ടെന്ന് അദ്ദേഹത്തെ പിരിച്ചുവിടണം എന്നൊക്കെ. ഇതിനൊക്കെ ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതിഷേധിക്കുന്നതിനോട് എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷേ പ്രതിഷേധിക്കാൻ വിമാനത്തിൽ പ്രതിഷേധിക്കാൻ പാടില്ല, ശരിയാണ്. ചീമുട്ട എറിയാൻ പാടില്ല, ഷൂ എറിയുന്നത് തെറ്റാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇത് ഊതിപ്പെരിപ്പിക്കുന്ന പനിയാണ് ഉണ്ടായത്. ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ നിങ്ങൾ സംരക്ഷണം കൊടുക്കേണ്ടതെന്ന്. പിന്നെ നിങ്ങൾ എന്തിനായി ചെടിച്ചട്ടി ഹെൽമെറ്റ് കൊടുത്താതെ അവരെ തല്ലാൻ പോകുന്നത്? ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടില്ലേ? ഒരു മിനിറ്റ്. ചെടിച്ചട്ടി എടുത്തുന്ന ഹെൽമെറ്റ് തന്നെ ഞാൻ ഒരിക്കലും അംഗീകരിക്കും. ഒരു അക്രമത്തിന് ഒരു കൊലപാതകം ഞാൻ അംഗീകരിക്കില്ല. പക്ഷെ പ്രതിഷേധ സമരം നിങ്ങളുടെ ചാനലുകളിന് ഈ അവരുടെ നവകേരള സദസ്സിനോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞ എനിക്കറിയില്ല. മാതൃഭൂമിയിൽ അഭിലാഷ് പോയി കണ്ടു, അതുപോലെ മനോരമയുടെ ആരോന്ന് പോയി കണ്ടു, റിപ്പോർട്ടർ ടിവിയുടെ അരുൺകുമാർ പോണത് കണ്ടു. അരുൺകുമാർ ഈ അഭിമുഖം എടുക്കുന്ന സമയത്ത് പുറത്ത് കരിങ്കൊടി കണ്ട്. അപ്പം മുഖ്യമന്ത്രി പറയുന്നു, ദേ അവർ കരിങ്കൊടി കാണിക്കുന്നു. ആർക്കും അവിടെ പ്രശ്നം? കരിങ്കൊടി ഒരു സമാധാനത്തിന്റെ ഭാഗമാണ്. പക്ഷെ പ്രശ്നം എവിടെയാണ്? ഇതിന് മുന്നിലേക്ക് എടുത്തു ചാടുക. അല്ല, ഞങ്ങൾ എടുത്തു ചാടിയാൽ നിങ്ങളാണോ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുന്നവരെയൊക്കെ പിടിച്ച് ഹെൽമെറ്റ് കൊണ്ട് അടിക്കാൻ ഡിവൈഎഫ്ഐക്കാരെ ആരെ ചുമതലപ്പെടുത്തിയത്? പിന്നെ പോലീസ് അവിടെ ഇല്ലേ? പോലീസിന് ഈ നാട്ടിൽ കേരളത്തിലെ പോലീസ് സ്കോട്ട്ലാൻഡ് യാർഡിനേക്കാൾ വലിയ ശക്തമായ പോലീസാണെന്ന് പറയുന്നത് നിങ്ങൾ പോലീസ് നോക്കിക്കോളും എന്ന് കരുതിയിരുന്നാ പോരെ? ഇന്നലെ പ്രതിഷേധക്കാർ എന്താ ചെയ്തത്? കടക്കുള്ളിൽ ഒളിച്ചിരുന്ന് എടുത്തു ചാടിയല്ലേ? എന്തിന് പ്രതിഷേധം നേർക്കുന്ന? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അവരെ മുഖ്യമന്ത്രി, നിങ്ങൾക്ക് സ്വാഭാവികമായി നമുക്ക് ഇഷ്ടമുള്ള മുഖ്യമന്ത്രി വരുമ്പോ അതിനെതിരെ ആരെങ്കിലും വാങ്ങിയെടുക്കുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മളാണല്ലോ കേരളം. മുഖ്യമന്ത്രി പാർട്ടി എന്നുള്ളത് അതിന് പുറത്താണ്. കേരളം എന്ന് പറയുന്നത് നമ്മളല്ലേ? ഞാൻ നമ്മളുടെ മുഖ്യമന്ത്രി എന്നല്ലേ പറഞ്ഞത്? ഞാൻ കേരളീയനല്ലേ? പ്രതിപക്ഷ നേതാവ് എന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ മുഖ്യമന്ത്രിയാണ്. അവർ ഈ നവകേരള സദസ്സുമായിട്ട് ഞാനത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രി ഇറങ്ങി നിങ്ങളടക്കം, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സാറേ, ഞങ്ങൾ ഒരുപാട് ദിവസം നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നിൽക്കുന്നത്. നിങ്ങളടക്കം ഓരോ ചാനലും നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ സാമ്പത്തിക കാര്യത്തിനെ പറ്റി നിങ്ങൾ കറക്റ്റ് പറയുന്നില്ല. കേരളം ചെയ്യുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല പറയുന്നു. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അത് വേറെ ഒരു വിഷയമാണ്. ഞാനത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അല്ലെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു അല്ല 18 എംപിമാർ പോയിട്ട് കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ദിവസം പാർലമെന്റ് സംസാരിച്ചോ? ഈ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി എടുത്തെടുത്ത് പറഞ്ഞപ്പം ഈ പോരാ നേരത്ത് 4 കൊല്ലം കഴിഞ്ഞപ്പോ പ്രതാപൻ ലാസ്റ്റ് കൊടുത്തൊരു വാക്ക്, ഒരു എംപിമാർ ഒരു വാക്ക് കേരളത്തിന് വേണ്ടി സംസാരിച്ചു. സാറേ
ഞങ്ങൾ കേരളത്തിൽ തന്നെ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ 18 പേര് തെരഞ്ഞെടുത്ത് ബാക്കി രണ്ടുപേരോ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ പ്രശ്നം അതാന്നേ. നിങ്ങൾ ഈ ബാക്കി രണ്ടുപേരുടെ കാര്യം എന്താ? ബാക്കി രണ്ടുപേരോ അതിൽ 19ാമത്തെ ആള് നിങ്ങളുടെ ഒപ്പമാകുന്നത് വരെ നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. 19ാമത്തെ ആള് നിങ്ങളുടെ ഒപ്പമായപ്പോ അദ്ദേഹം മഹാനായി. അവിടെയാ ഈ പ്രശ്നമൊക്കെ. ഈ കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള കണക്കിനെ പറ്റിയൊക്കെ അല്ല, നിങ്ങൾ പറയട്ടെ. നിങ്ങൾ ഒരു പൊതുവേദിയിൽ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളും കൂടി കേൾക്കണം. നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ പണത്തെക്കുറിച്ച് ഞാൻ പറയാം. 57,400 കോടി രൂപ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തിയ കാര്യം അല്ലല്ല. അല്ല, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് നിൽക്കൂ. ശരി, നമുക്ക് 57 അല്ല, ഞാൻ നിങ്ങളുടെ ആർഗ്യുമെന്റാണ് പറഞ്ഞത്. നോക്കൂ, ഇത് കേൾക്കൂ. നമ്മൾക്ക് ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾ കേൾക്കുന്നേ. നിങ്ങൾക്ക് എന്ന് പറയല്ലേ പ്ലീസ്. നിങ്ങൾക്ക് അല്ല, ഇത് അപ്പൊ മറ്റേ കേന്ദ്ര സർക്കാർ ഇത് കൊടുത്തെന്ന് പറയുമ്പോ അപ്പൊ ഞാൻ എന്ത് പറയണം? ഞങ്ങൾ കൊടുത്തെന്ന് പറയണം. ഒരു മിനിറ്റ് ഇത് നിങ്ങൾ ഒരു മിനിറ്റ് കേൾക്കൂ. മുഹമ്മദ് റഫി ഒരു മിനിറ്റ് കേൾക്കൂ. നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നു ഞങ്ങൾ കൊടുത്തു. അപ്പൊ ഞാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമല്ലേ? അപ്പൊ ഞങ്ങൾ കൊടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കണം, കേന്ദ്ര സർക്കാർ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറയൂ. നിങ്ങൾ ധനകാര്യ മന്ത്രി പറഞ്ഞു ഇതിൽ ഒരു പൈസയും കിട്ടാനില്ല, അവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൊടുത്തു. അപ്പൊ ഞാൻ എന്താ പറയുന്നത്? ഞങ്ങൾ കൊടുത്തു എന്ന് പറയട്ടെ. ഒരു രൂപ പിരിച്ചുകൊണ്ടേക്ക് 25 പൈസ തരുന്നുള്ളൂ സാറേ. നമ്മൾ അല്ല, നിങ്ങൾ അതിലിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ. 50,000 കണ്ണട വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് വേണ്ടല്ലോ. നിങ്ങൾക്ക് മറ്റ് ധാരാളിത്തം നടത്തുമ്പോൾ കേന്ദ്ര ഫണ്ട് വേണ്ടല്ലോ. മന്ത്രിമാർക്ക് വിദേശത്തിന് ടൂർ പോകുമ്പോൾ കേന്ദ്ര ഫണ്ട് വേണ്ടല്ലോ. അതൊക്കെ ആളുകൾ ചോദിക്കുന്നത്. ഈ 2 രൂപ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പെട്രോൾ അടിക്കാൻ പിടിക്കുമ്പോൾ അതിന് കേന്ദ്ര ഫണ്ടൊന്നും വേണ്ടല്ലോ. ആ പൈസ എടുത്ത് കൊടുത്തൂടെ? അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഈ കേന്ദ്ര ഫണ്ട് ഒന്നും തടസ്സമല്ല. അപ്പൊ ധനസ്ഥിതി മെച്ചപ്പെട്ടതാണ്. നിങ്ങൾക്ക് പറ്റാത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അടുത്ത വർഷത്തെ ഈ 24 മാനിഫെസ്റ്റോ ഇറക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം തറപ്പിച്ചങ്ങ് പറഞ്ഞാൽ മതി. കേന്ദ്രത്തിൽ നമുക്ക് അനുകൂലമായ സർക്കാർ വന്നാൽ കേരളത്തിൽ ഞങ്ങൾ മാറ്റമുണ്ടാക്കും, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ പ്രശ്നം. 18 പേരെ നമ്മൾ അടുത്ത കോളർ വെയിറ്റ് ചെയ്യുന്നത്. അതായത് ഇത്രയും സമയം തർക്കിച്ചില്ല. നമ്മൾ തർക്കിച്ചിട്ട് താങ്കളും ഒരു പരിഹാരത്തിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത കോളർ ഉണ്ട്. ശശിധരൻ എവിടുന്ന് വിളിക്കുന്നു? ശ്രീ ശശിധരൻ. ശ്രീ ശശിധരന് എന്ത് തോന്നുന്നു? സംസ്ഥാനത്തെ സാഹചര്യം എങ്ങനെ പോകുന്നു എന്നാണ് ശശിധരൻ വിലയിരുത്തുന്നത്? പൊന്നു സഹോദര, ഇന്നലെ കാത്തിരുന്നിട്ട് വേറൊരു കുട്ടി സഖാവ് 15 മിനിറ്റ് അപകരിച്ചോണ്ട് പോയി. ഇന്ന് അടുത്ത സഖാവ് വന്നിട്ട് 15 മിനിറ്റ് അപകരിച്ചോണ്ട് പോയി. ഇത് സത്യത്തിനാണ്. നിങ്ങളോട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നത്. ഒരാൾക്ക് മാക്സിമം ഒരു 2-3 സംസ്ഥാനത്ത് ഇത്രയും പ്രതിഷേധം നടക്കുകയാണെങ്കിൽ എനിക്ക് നേരെയും കൂടി ഒരു പ്രതിഷേധം വേണോ? അല്ലല്ല, ഇത് പ്രതിഷേധം വേറെ. ഇത് വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ പ്രതിഷേധമാണ്. ഇത് 10-20 മിനിറ്റ് ആളേക്ക് പൊതുവേദിയുടെ സമയം കുറച്ച് നീട്ടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം. തീർച്ചയായും സഹോദരൻ ഞാൻ പറഞ്ഞുതരാം. ഇവരൊക്കെ മിടുക്കന്മാരാകുകയാണ്. നിങ്ങളത് വീണ പോവുകയാണ്. കാരണം ഇവരുടെ പെട്ടിപ്രസംഗം നടത്താണ്ടല്ലോ ഈ പരിപാടി വെച്ചത്. അതൊന്നും പക്ഷെ കാര്യമില്ലെന്ന് എല്ലാ കാര്യങ്ങളും ഞാനും പറയുന്നു. അത്രയുണ്ട്. അല്ല, ഇവരെല്ലാ ചാനലിലും വാർത്ത കാണാൻ പറയും. ഇപ്പൊ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ നിരപരാധികളെ അർഹതയില്ലാത്തവർ അല്ലെങ്കിൽ അവകാശമില്ലാത്തവർ വണ്ടിയിൽ നിന്നിറങ്ങി തലക്കിട്ടടിച്ചതിന് ഗുരുതര വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ഇപ്പൊ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഇവര് പറഞ്ഞില്ലേ ഈ അംഗരക്ഷകരായിട്ട് നടക്കണമെന്നവര് അവർക്ക് അവകാശം ഉണ്ടെന്നല്ലേ പറയണ തല്ലാൻ. അതിനെതിരെ കേസെടുക്കാൻ ഇപ്പൊ ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിസഹാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ബംഗാളും ഒരു ത്രിപുരയൊക്കെ ആക്കിയെടുക്കാൻ വലിയ താമസമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നിലയിലാണ് പോകണമെങ്കിൽ. കാരണം വേറൊന്നുകൂടെ പറഞ്ഞു തരാം. ഇന്നലെ തൃശ്ശൂരും മറ്റും സപ്ലൈകോടെ സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ പറഞ്ഞ് ചീത്ത ഇവരാരും കേട്ടില്ലല്ലോ. ഇല്ലല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ പറയണത് ഈസ്റ്ററിന് മുമ്പ് കൊടുക്കാന്നാ പറഞ്ഞിരിക്കണേ. പിന്നെ ക്രിസ്മസിന്റെ എന്തെങ്കിലും സാധനം ഈസ്റ്ററിന് മുമ്പ് കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്മസിന് വ്യഞ്ജനം കൊടുക്കാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഈ നാട്ടിൽ ഒരു മനുഷ്യർക്ക് ഇതുവരെ ഒരു മാസം പെണ്ണിന് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ പറയാതെ ഈ തള്ള വർത്താനം പറയാതെ ഇവരോടൊന്ന് നിർത്തി പോകാൻ പറ. വേറൊന്നും എനിക്ക് ശരിയല്ല. ഓക്കെ, പോട്ടെ. നമ്മൾ ഏതായാലും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ വേണ്ട. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീ ജയകുമാർ, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയമായ സാഹചര്യം ജയകുമാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സാറേ നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് 10-25 മിനിറ്റാണ് ഇതിലുള്ളത്. അതിൽ 15 മിനിറ്റും ഏതെങ്കിലും കുട്ടി സഹാവിന് കൊടുത്താല് അത് ശരിയായ പ്രശ്നമല്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഒന്നും കാണാനും കേൾക്കാനും കഴിവില്ലാത്ത മുഖ്യമന്ത്രി പറയണത് പോലെയാണ് ഈ കുട്ടി സഹാക്കന്മാർ പറയണത്. ഇവർ സമയം മെനക്കെടുത്താൻ വേണ്ടി മാത്രം വിളിക്കുന്നതാണ്. ഈ നവകേരള സദസ് തുടങ്ങിയ പിന്നെ ഈ ആ റൂട്ടിലല്ലാത്ത കുറെ ആളുകൾക്ക് ഇപ്പൊ നല്ല കാലമാണ്. കാരണം എന്താ വെച്ചാല് നേരം വെളുത്താൽ ട്യൂഷന് പോണേ, സ്കൂളിൽ പോണേ, 5 വയസ്സായ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകലും വടിവാളുമായിട്ട്
ജംഗ്ഷൻ ഡോർ ഇറങ്ങി ആളുകളെ പിടിച്ച് വണ്ടി കയറ്റി കൂട്ടി ഉപദ്രവിക്കുന്ന ആളുകളെ ശല്യം ഇപ്പൊ കുറഞ്ഞു. 10-40 ദിവസം കൊണ്ട് ഒരു ശല്യവും ഇല്ല. ആ ആളുകളെല്ലാം ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കണം. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ മാത്രമേ ഇനി നമുക്ക് പേടിക്കാവുള്ളൂ. അതുവരെ നമുക്കിപ്പോ സ്വൈരമായിട്ട് ഓടി ഇറങ്ങണം. ഒന്ന് ഇപ്പോഴേ ഇന്ന് നിങ്ങൾക്ക് അറിയാമോന്ന് അറിയത്തില്ല, ഉച്ച കഴിഞ്ഞ് ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ കാണിച്ചു കൂട്ടിയ പോലീസുകാർ കാണിച്ചു കൂട്ടിയ, കാരണം കോൺഗ്രസ്സുകാർ സമരത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള എല്ലാ റോഡുകളും യുവന്മാര് വണ്ടി വന്നിട്ട് ബ്ലോക്കാക്കി റോഡ് വെറുതെ ഫ്രീ ആക്കിട്ടൊക്കെയാണ്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം യുവന്മാര് എന്തെല്ലാം കാണിക്കുന്ന വെച്ചാൽ തിരുമല ഈ ഈസ്റ്റ് പോർട്ട് തിരുമല റോഡ് കിള്ളിപ്പാലത്ത് വെച്ച് ബ്ലോക്ക് ചെയ്ത് വണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്ത് ഒറ്റ വണ്ടി പോകാതാക്കിയിട്ടിരിക്കുകയാണ്. ജഗതി പാളയം ജഗതി തിരുമല റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. നാഥനുമില്ല നന്ദനും ഇല്ലാതെ പോലീസുകാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടം. ഈ മുഖ്യമന്ത്രി നമ്മളെ മുഖ്യമന്ത്രി എങ്ങനെ പറയും? നമ്മളെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പറയണത്? പാർട്ടിക്കാരെ ഈ നമ്മളെ മുഖ്യമന്ത്രിയാണെങ്കിൽ എല്ലാവർക്കും തുല്യനീതി കിട്ടൂലേ? കോൺഗ്രസ്സുകാരുടെ പിടിച്ചു വെച്ച് കൊടുത്ത പോലീസുകാരുടെ വീണ്ടും അയാളെ കന്മാനും ഗുണ്ടകളും ചേർന്ന് അടിക്കണം. ഇത്രയും ഗുണ്ടകളെയും കൊണ്ട് നടക്കണേൽ കോൺഗ്രസ്സുകാർ ഗുണ്ടകളുണ്ടോ? BJP ഗുണ്ടകളുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമ്മളെ സർക്കാർ എന്ന് പറയണത്, നമ്മളെ മുഖ്യമന്ത്രി എന്ന് പറയണത്? എനിക്ക് തോന്നുന്നത് നേരം വിളിപ്പിക്കുന്ന മുമ്പ് തന്നെ ഗവർണറെ ഭരണം അവസാനിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് അഴിഞ്ഞാട്ടമാണ് സിറ്റി നടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടോ കേട്ടോ നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു വഴി കൂടെ ബ്ലോക്കാതെ ഇവന്മാര് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ. ശ്രീ ജയകുമാർ, ഒരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പ്രേം നവാസ് വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ, നമസ്കാരം. വയനാട്ടിൽ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കൽപ്പറ്റയാണ് സാറേ. കൽപ്പറ്റ. അതെ അതെ ചേട്ടാ. പിന്നെ നിങ്ങളുടെ ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഏ ചോദ്യം? നിയമവാഴ്ച തകർന്നു. അല്ല, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അത് ഗവർണർ ചോദിച്ചതാണ്. നിയമവാഴ്ച ഇല്ലാതായിരുന്നു. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പറയുകയാണ് ഇവിടെ നിയമവാഴ്ച ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടാ ഞാൻ അതിന് വിശദീകരണം തരണ്ടേ? നമ്മുടെ ഈ ചോദ്യം തെറ്റാണെന്ന് പറയാനുള്ള കാരണം, ചോദ്യം തെറ്റല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അത് ഗവർണറുടെ ആക്ഷേപമാണ്. അത് വാസ്തവമാണോ എന്നതാണ് എന്റെ ചോദ്യം. സംഘി ഗവർണർ ആണെങ്കിൽ പിന്നെ കേരളത്തിലെ മാത്രമല്ല സംഘി ഗവർണർ, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സംഘി ഗവർണർമാർ തന്നെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി സംഘിയല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംഘിയല്ലേ? ഇപ്പൊ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയുന്നേ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ? ശരി, അംഗീകരിച്ചാ മതി. സന്തോഷം. അംഗീകരിച്ചിരിക്കുന്നു. എനിക്ക് സമയമില്ല കളയാനാ. വേണ്ട, കളയണ്ട, പെട്ടെന്ന് പറയും. കേരളത്തിലെ നിയമസംഹിത തകർന്നോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. തകർന്ന് തരിപ്പണമായി പോയി. ചരിത്രത്തിൽ ഇന്ന് വരെ, അതായത് കേരള ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സർക്കാരിന്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ സഹായിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സംഘടന മറ്റ് പാർട്ടിക്കാരെ അടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ചരിത്രമുണ്ടോ? അപ്പൊ പോലീസ് സംവിധാനം തകർന്നില്ലേ? അതായത് പോലീസ് സംവിധാനം തകർന്നോ എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്. അതായത് പോലീസിനെ സഹായിക്കാൻ വേറെ ഒരു രാഷ്ട്രീയ സംഘടന പുറത്തു വരുന്നത്. അപ്പൊ അതിനകത്ത് തീർന്നില്ലയോ സാറേ? പിന്നെ രണ്ടാമത്തെ കാര്യം സാറേ, എന്റെ കുന്നത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ ജന്മസ്ഥലം. കൊല്ലം കുന്നത്തൂർ ശാസ്താംകോട്ട. എന്റെ നാട്ടിലെ 157 യൂത്ത് കോൺഗ്രസിന്റെ KS-ന്റെ പ്രവർത്തകരെ പോലീസ് 5:30 മണിക്ക് പിടിച്ച് അകത്താക്കിയപ്പോ ഞാനും എന്റെ 3 സഹോദരിമാരും 7 വയസ്സുള്ള എന്റെ മോൻ ഉൾപ്പെടെയുള്ളവര് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. മയ്യത്തുകരയിൽ നിങ്ങൾ കരിങ്കൊടി കാണിച്ചോ? അതിനിടയിൽ കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി കാണിച്ച സമയത്ത് അവിടെ 15ഓളം ഡിവൈഎഫ്ഐയുടെ എനിക്കറിയാൻ പാടില്ലാത്ത ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്റെ വീടിന്റെ ഫ്രണ്ടിൽ. പറയട്ടെ സാറേ, ഞാൻ ഒന്ന് പറയട്ടെ. ഇല്ല, 2 പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ നാട്ടിൽ എനിക്ക് സംവിധാനമുണ്ട് സാറേ. എന്നെ അടിച്ചാൽ എനിക്ക് തിരിച്ചടിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. സതീശന്റെ നിലപാട് അടിക്ക് തിരിച്ചടി. സാറേ പറയട്ടെ, കുന്നത്തൂരിൽ ഞങ്ങൾക്ക് സംവിധാനമുണ്ട്. അവിടെ ഒറ്റ ഒരു ഡിവൈഎഫ്ഐക്കാരനെ പുറത്ത് കണ്ടില്ല. അവനൊന്നും ഇറങ്ങി വന്നില്ല സാറേ. ആളില്ലാത്തടത്തെ പാവങ്ങളെ പിടിച്ച് തല്ലിച്ചതയ്ക്കുന്നതല്ല മര്യാദ. രാഷ്ട്രീയം ആണത്തം അതല്ല സാറേ. അവനൊക്കെ വരട്ടെ. ഞാൻ അക്രമത്തിനെതിരാ കേട്ടോ. അല്ല, ഞാൻ അക്രമത്തിന് അനുകൂലമാണ് സാറേ. ഇതുപോലെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ നിലപാടെടുക്കരുത്. നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലുള്ള അക്രമവും പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തയ്യാറാകരുത്. അല്ല, പക്ഷെ ഏതായാലും ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് അക്രമത്തിന് നമ്മൾ ഒരിക്കലും ഇട നൽകരുത് എന്നാണ്. ഇതിനേക്കാൾ വലിയ അടിച്ചമർത്തലുകൾ ഉണ്ടായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സമാധാനം എന്നതാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച പ്രധാന ആയുധം. TN ഷാ
ടി എൻ ഷാ എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ സാറേ, കട്ടപ്പന. ഈ വയനാട്ടിൽ നിന്ന് ആളുകൾ ഇന്ന് പൊതുവേദിയിലേക്ക് ധാരാളം വിളിക്കുന്നുണ്ടല്ലോ. വയനാട്ടിൽ നിന്ന് വിളിച്ചതിൽ സന്തോഷം. ടി എൻ ഷായ്ക്ക് എന്ത് തോന്നുന്നു? ഞാൻ കട്ടപ്പന, ഇടുക്കി ജില്ലയാ. ഓ, കട്ടപ്പന, ഇടുക്കി. ഓ, സോറി. ഇടുക്കി. സാറേ, ഇത് മുഖ്യമന്ത്രിയും പാർട്ടിക്കാരും ഈ കഴിഞ്ഞ 8 വർഷം ഈ സംസ്ഥാനത്തിലെ ഖജനാവ് കൊള്ളയടിച്ചും കരിമണൽ വിറ്റും ഉള്ള കാശും ഒക്കെ മേടിച്ച് തിന്നു കൊഴുത്തതിന്റെ ഒരു അഹങ്കാരമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. കാരണം മറ്റ് ഉള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഭരണതലത്തിലോ മറ്റു കാര്യങ്ങളിലോ പ്രതിപക്ഷത്തിനോ ഒരു കരിങ്കുടി പോലും കാണിച്ച് പ്രതിഷേധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അത് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങള് ഈ വാർത്തയും ഇതെല്ലാം കണ്ട് നിൽക്കുന്നുണ്ട്. അടുത്ത ഇലക്ഷന് അവർക്ക് ഇതിന്റെ കടുത്ത പ്രതികാരം കിട്ടും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കട്ടപ്പനയിൽ നിന്നാണ് ഷാ വിളിച്ചത്. ഞാൻ കൽപ്പറ്റയിൽ നിന്നാണെന്ന് ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായി. ഏതായാലും അദ്ദേഹം കട്ടപ്പനയിൽ നിന്നാണ് വിളിച്ചത്, ഇടുക്കി ജില്ലയിൽ. ആനന്ദ് എന്നൊരു പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ആനന്ദ്, മലപ്പുറത്ത് ജില്ലയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പെരിന്തൽമണ്ണ. എന്ത് തോന്നുന്നു ശ്രീ ആനന്ദ്, നമ്മുടെ നാട്ടിലെ ഈ സംഘർഷം ഇങ്ങനെ കടുക്കുമ്പോൾ നിയമവാഴ്ച ഇല്ലാതാവുന്നു എന്ന ആശങ്ക ഉണ്ടോ? വളരെ മോശപ്പെട്ട അഭിപ്രായമാണ്. കാരണം ഒന്ന്, ഇവിടെ എന്താണ് ശരിക്കും നടക്കുന്നത്? ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ ആൾക്കാർ, നമ്മൾക്ക് മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ പ്രചരണങ്ങൾ നടന്നുകൊണ്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടായി കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു സിസ്റ്റത്തിനോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് രാജിവെച്ച് പോകേണ്ടതാണ്. കാരണം അത്രത്തോളം പ്രതിഷേധങ്ങൾ അയാൾക്കെതിരെ നടന്നുകൊണ്ടുണ്ട്. എന്നിട്ടും അയാൾ ഈ ഉളുപ്പില്ലാത്ത ഈ ഒരു പ്രായത്തിൽ ഇയാൾ എന്തിനാണ് ഈ സീറ്റിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാർ വാസ് ഗുഡ്. അത് ഞാൻ അതിനൊരു ആർഗ്യുമെന്റ്സിലോട്ടൊന്നും വരുന്നില്ല. പക്ഷെ രണ്ടാം പിണറായി സർക്കാർ ഇതിലോട്ട് കയറി വരാൻ ശരിക്കും ലിറ്ററലി ജനങ്ങളിലോട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തത് എന്ന് പറയുന്ന ഒരു മൂവിയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്. രണ്ടാമതും വന്നപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യൂ എന്ന രീതിയിലേക്ക് ഇത് ജനങ്ങളിലോട്ട് ഇൻഡയറക്ട്ലി ഇഞ്ചക്ട് ചെയ്തിട്ടാണ് ഇവർ രണ്ടാമത് കയറിയിട്ടുള്ളത്. അപ്പൊ ഇത്രത്തോളം പ്രതിഷേധം വരുമ്പോൾ അതിപ്പോ ഏത് പാർട്ടി ആയിക്കോട്ടെ, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും, ജനങ്ങൾ ഒരുപാട് ഒരു അതിര് കടന്നിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ഇറങ്ങിപ്പോണം. പുതിയവർക്ക് ചാൻസ് കൊടുക്കണം. ശരി, സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. വളരെ നന്ദി വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ജോയൽ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വൈക്കത്ത് നിന്ന്. ശ്രീ ജോയൽ എങ്ങനെ കാണുന്നു? ആരുടെ പക്ഷത്താണ് തെറ്റ് എന്നാണ് ജോയൽ കണക്കാക്കുന്നത്? സാറേ നമസ്കാരം. സാറേ, ഈ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ സമരം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിനോ ഒന്നും നമ്മൾ എതിർപ്പല്ല. ഇവിടെ ഈ നവകേരള സദസ്സ് തുടങ്ങിക്കഴിഞ്ഞാണ് ഇവിടെ ഈ പ്രതികരണവും ഈ സമരം കൂടെ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത്. കാരണം നവകേരള സദസ്സ് തുടങ്ങി നല്ല രീതിയിൽ വിജയിച്ചു പോണ കണ്ട് ആളൊക്കെ കൂടി ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ഇവരാകെ കളിയിളകി നിൽക്കുന്നത്. കാരണം ഇവര് പല കുപ്രചരണങ്ങളും നടത്തിയിട്ടും. ജോയലിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. ജോയൽ, സമയപരിമിതി വന്നതുകൊണ്ടാണ്. ശ്രീജിത്ത് എന്നൊരു പ്രേക്ഷകൻ കൂടി കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്തിന് എന്ത് തോന്നുന്നു? ഈ പ്രതിഷേധങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുമോ? ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നിയമവാഴ്ച ഇല്ലാതായി എന്നുള്ള ഗവർണറുടെ വാക്കുകൾ തന്നെ ശരി. ഗവർണർ ഈ പറഞ്ഞ പോലെ സംഖ്യയാണ്, അതൊക്കെ കാര്യം തന്നെ. പക്ഷെ ഇപ്പം കേരളത്തിൽ നടക്കുന്ന അങ്ങേയറ്റം വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ജനങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പം ക്ഷേമ പെൻഷൻ ഇല്ല, പിന്നെ ഒരു വിലക്കയറ്റം, പിന്നെ ഇതിന് 2 രൂപ സെസ് കൂട്ടി, പിന്നെ ഇതിന് വേണ്ടി ക്ഷേമ പെൻഷൻ കൊടുക്കാണെന്നുണ്ട് അത് നേരാണ് കൊടുക്കാൻ പറ്റുന്നില്ല. സർക്കാർ ജീവനക്കാരെ DA 18% പെൻഡിങ് ആണ്. അങ്ങനെ തുടങ്ങി ജനങ്ങൾക്കൊരു ഉപകാരമില്ലാത്ത സർക്കാർ വെറുതെ ഒരു ഇത് പിന്നെ യാത്ര കൊണ്ട് തുടങ്ങിയിട്ട് എന്നിട്ട് പിന്നെ കണ്ട ആൾക്കാരൊക്കെ തല്ലി തകർക്കുക എന്നുള്ള അവസ്ഥയാണ് ഇപ്പം കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെ പ്രതികരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കോഴിക്കോട് മാനാഞ്ചിറയിൽ KSUവിൻ്റെ പ്രതിഷേധം, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ തലസ്ഥാനത്തെ സംഘർഷമാണ് ചർച്ച ചെയ്യുന്നത് എങ്കിലും അവിടെയും പ്രതിഷേധം റോഡിൽ കുത്തിയിരുന്നാണ് KSU പ്രവർത്തകർ. കോഴിക്കോട് മാനാഞ്ചിറയിൽ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പ്രതിഷേധം നടത്തുന്നത്. Police!
ഇന്നത്തെ ഈ ദൃശ്യങ്ങളോടുകൂടി നമ്മൾ പൊതുവേദിയുടെ സമയം എത്തിയിരിക്കുകയാണ്. പക്ഷേ ഏതായാലും ഈ വിഷയം സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലാതായോ എന്ന ഗവർണറുടെ ആശങ്ക ഇല്ലാതായി എന്ന അദ്ദേഹത്തിൻ്റെ ആക്ഷേപം നമ്മൾ യൂട്യൂബിലും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അതിൽ വലിയ ഭൂരിപക്ഷം ആളുകൾ, അതായത് ഗവർണറുടെ ഈ നിലപാട് സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലാതാകുന്നു എന്ന ഗവർണറുടെ ആ നിലപാടിനോട് വലിയ പിന്തുണയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. 89% ആളുകൾ പിന്തുണ നിയമവാഴ്ച ഇല്ലാതാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം 11% ആളുകൾ സംസ്ഥാനത്ത് ഇപ്പോഴും ശക്തമായ നിയമവാഴ്ചയുണ്ട് എന്ന നിലപാടും സ്വീകരിക്കുന്നു. ഏതായാലും അക്രമരഹിതമായ ഒരു നാടാണ് എല്ലാവരും കാക്ഷിക്കുന്നത്. രാഷ്ട്രീയം എന്തൊക്കെയായാലും അത് സംവാദങ്ങളിലൂടെയും ശാന്തമായ പ്രതിഷേധങ്ങളിലൂടെയും ആകണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് പൊതുവേദിയും കരുതുന്നത്. എന്തായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.